ഇത് ഓഫീസിലെ ഓണത്തിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഇന്നല്പം നേരത്തെ തന്നെ എഴുന്നേറ്റു. വേറൊന്നുമല്ല, ഓഫീസിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഇന്ന് വീട്ടിലേക്ക് പോകുന്ന ഒരു ചെറിയ ചടങ്ങുണ്ടേ. അങ്ങനെ ഫ്രഷായി വന്നത് ഞാൻ അല്പം വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ സെക്കൻഡ് ഡേയിലേക്ക് ഓഫീസിലേക്ക് ഇട്ടുകൊണ്ട് പോകാൻ അയൺ ചെയ്തിട്ടിരിക്കുന്ന ഡ്രസ്സ് കേട്ടോ. ഇന്ന് ഓഫീസിൽ നിന്ന് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവാണ്. അടുത്ത ഒരാഴ്ച ഓണം വെക്കേഷൻ ആയതുകൊണ്ട് അത് കഴിഞ്ഞിട്ടുള്ള വീക്ക് തൊട്ടേ ഞാൻ വരുന്നുള്ളൂ. ഇന്ന് ഓഫീസിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഓണം സെലിബ്രേഷനും ഗെയിംസും ഒക്കെ ഇന്നലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഓണം സ്പെഷ്യൽ സദ്യ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും നീരജ എഴുന്നേറ്റ് വന്നു. ഗോപിക ഓൾറെഡി ഇന്നലെ തന്നെ പോയിട്ടുണ്ട്. ആളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. അത് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾ പോയത്. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. പുട്ടും ചിക്കൻ കറി ആയിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ നേരെ റെഡി ആവാനായിട്ട് കയറി. നേരത്തെ എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അധികം സ്കിൻ കെയറോ മേക്കപ്പോ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല, പക്ഷെ ഇനി മുതൽ സ്കിൻ കെയർ വീഡിയോസ് ചെയ്യുമെന്നുള്ളത്. പക്ഷെ അങ്ങനെ പെട്ടെന്ന് എടുത്തു ചാടി വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം ഇത് എൻ്റെ സ്കിന്നിൽ ഞാൻ നടത്തുന്ന പരീക്ഷണമാണല്ലോ. അതുകൊണ്ട് എൻ്റെ സ്കിന്നിനെ പറ്റി ഞാൻ കൂടുതലൊന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സ്കിന്നിന് മാച്ച് ആവുന്ന പ്രൊഡക്ട്സ് ഒക്കെ സെലക്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ മുഖത്തുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഹെയറിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് നീരജ് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് റെഡി ആവാണ് കേട്ടോ. അപ്പോഴേക്കും ഞാൻ ഇതിൻ്റെ കൂടെ ഇടാൻ 2 കമ്മൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നീരജ വന്ന സമയത്ത് അത് 2 വെട്ട് കാണിച്ചിട്ട് ഏതാണ് നല്ലതെന്നുള്ളത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓണം സ്പെഷ്യൽ ലുക്ക് ഒന്ന് കംപ്ലീറ്റ് ആകണമെങ്കിൽ നെറ്റിയിലൊരു ചന്ദനക്കുറി കൂടി വേണമല്ലേ. ഇന്നലെ സാരി ഉടുത്തപ്പോഴും ഇന്നതാ ഈ ഒരു ഡ്രസ്സ് ഇട്ടപ്പോഴും ചന്ദനക്കുറി മസ്റ്റായിട്ട് മിസ് ചെയ്യാതെ തൊട്ടിട്ടുണ്ട് കേട്ടോ. തൊടുന്നത് കണ്ട് ഇടയ്ക്ക് നീരജയും കയറി വന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഞാനൊന്ന് തൊട്ട് കൊടുത്തു. ചന്ദനം ഇട്ടതിന് ശേഷം ഫൈനലി ലിപ്സ്റ്റിക് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതോടെ ഇട്ടതിന് ശേഷം കമ്മൽ ഏതാണെന്ന് സെലക്ട് ചെയ്യാം എന്നാണ് നീരജയുടെ അഭിപ്രായം. അങ്ങനെ ഇന്നിട്ടുകൊണ്ടിരിക്കുന്ന ഈ ലിപ്സ്റ്റിക്ക് ലോറിയലിൻ്റെ ആണ് കേട്ടോ. 2 ഷെയ്ഡ്സ് ആണ് ഞാൻ മിക്സ് ചെയ്ത് ഇട്ടിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ 2 പേരും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഫൈനലി എൻചാൻഡറിൻ്റെ പെർഫ്യൂമും കൂടെ അടിച്ചുകൊണ്ട് ഞങ്ങളിത് ഇറങ്ങുകയാണ്. ഓഫീസിലെ വിശേഷം അധികം ഒന്നുമില്ല. ഇന്ന് സദ്യ മാത്രമായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് സദ്യ കഴിക്കാനായിട്ട് ഇറങ്ങിയ സമയത്ത് ലിഫ്റ്റിൽ എല്ലാവരും കൂടെ കയറാത്തത് കൊണ്ട് ഞാനും വിഷ്ണുവും പുറത്തായിട്ടോ. അങ്ങനെ ലിഫ്റ്റ് കാത്തിരിക്കുന്ന വിഷ്ണുവിനെയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലിഫ്റ്റ് വന്ന സന്തോഷത്തിൽ അവൻ ചാടിക്കയറിയെങ്കിലും എനിക്കൊരു അബദ്ധം പറ്റി. ഫ്ലോറ് മാറിയാണ് ഞാൻ പ്രസ് ചെയ്തത്. അങ്ങനെ ഫ്ലോറൊക്കെ കണ്ടുപിടിച്ച് തിരിച്ച് സദ്യ കഴിക്കാനായിട്ട് ഞങ്ങളുടെ ടീമിലുള്ളവരെല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നിട്ടുണ്ട്. എൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ട് എല്ലാവരും കട്ട സപ്പോർട്ടാണ്. ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാൻ ചെന്നാലും എല്ലാവരും പോസ്റ്റ് ചെയ്ത് തരാറുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ ഫുഡ് എന്ന് പറയുന്നത് ടേസ്റ്റി ഈവൻസിൻ്റെ ആയിരുന്നു. അടിപൊളി ഫുഡായിരുന്നു, ഒരു രക്ഷയില്ല. 3 കൂട്ടം പായസം കൂടി ചേർത്തുള്ള ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യം ചോറും പരിപ്പ് കറിയും വന്നു. അതിൽ നിന്നാണ് ഞങ്ങളുടെ സദ്യ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട്സും ഫുഡൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി കേട്ടോ. എല്ലാവർക്കും ഫുഡ് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ആദ്യത്തെ കാലിയാക്കൽ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ആദ്യത്തെ പായസം എത്തിക്കഴിഞ്ഞു. അടപ്രഥമനായിരുന്നു ആദ്യം വന്നത്. അടപ്രഥമൻ കഴിക്കേണ്ട രീതി അറിയാമല്ലോ, പഴം എന്തായാലും മസ്റ്റാണ്. അങ്ങനെ ഞാൻ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തത് കൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് അവിടെ നിന്ന് ഭയങ്കര ചിരിയാണ്. അങ്ങനെ പഴവും കൂട്ടിയിട്ടുള്ള അടപ്രഥമൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കടല പായസം വന്നിട്ടുണ്ടായിരുന്നു. അതും കുടിച്ചതിന് ശേഷം അടുത്തത് നമ്മുടെ ട്രിവാൻഡ്രം സ്പെഷ്യൽ ബോളി പായസമായിരുന്നു കേട്ടോ. ഇങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ബിജു മേനോൻ ഒരു സിനിമയിൽ പറയുന്നത് പോലെ തോരൻ വന്നു, അവിയൽ വന്നു, അച്ചാറ് വന്നു, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ബോളി പായസം എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. അതുകൂടി കഴിച്ചപ്പോൾ നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് ചോറാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ രസം തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുടിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നീട് നമ്മുടെ കാച്ചിയ മോരും പച്ചമോരും വന്നു. അങ്ങനെ എല്ലാം കൂട്ടി കഴിച്ചതാ നമ്മുടെ സദ്യ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞാൽ ഞാനും ശ്രീകാന്തും പുറത്തേക്ക് ഇറങ്ങി. ഇതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് ഞാൻ തിരിച്ചു പോവാണേ. ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.